യാക്കോബ് നുണ പറഞ്ഞ ആളാണ്. വലിയ നുണ പറഞ്ഞ് സഹോദരനെ വഞ്ചിച്ച് കളഞ്ഞു. ദൈവം പക്ഷേ അയാളെ പൂർണ്ണമായിട്ട് കൈവിട്ട് കളഞ്ഞു? കൈവിട്ട് കളഞ്ഞില്ല. അയാൾ ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്ന ഒരു രംഗമുണ്ടല്ലോ, ലൂസ് എന്ന സ്ഥലം, വേർതിരിക്കപ്പെട്ടു വന്നൊരു സ്ഥലം എന്നാണ് പേര്. അതിനെ അയാൾ ബത്തേലാക്കി മാറ്റി, ദൈവത്തിന് ആലയമാക്കി മാറ്റി. അപ്പോൾ പണ്ട് നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ കുറ്റബോധം പിന്നെ ഭാരമാക്കി കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഇനി നിങ്ങൾ ജീവിതത്തിൽ നീണ്ട ശരിയാക്കി മാറ്റുക. പണ്ടത്തെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? വീണ്ടും വീണ്ടും നുണ പറഞ്ഞ് നുണകളുടെ ഒരു വല്ലാത്തൊരു ചീട്ടുകൊട്ടാരം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തകർന്ന് താഴെ വീഴും. പറ്റിപ്പോയി, എഴുന്നേൽക്കുക, ജീവിതം വീണ്ടും തുടങ്ങുക. ഇനി നുണ പറയണ്ട. കർത്താവ് പറയുന്ന പോലെ ഗെറ്റ് അപ്പ്, ഗോ ഹോം ആൻഡ് സിൻ നോ മോർ. എഴുന്നേൽക്കുക, വീട്ടിൽ പോവുക, ഇനി തെറ്റ് ചെയ്യാതിരിക്കുക. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കരുത്, അത് എന്തൊക്കെ ചെയ്താലും അവസാനം ദൈവം രക്ഷിച്ചോളും. അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഞാൻ പറഞ്ഞ ഓരോ കഥാപാത്രവും അവരുടെ ജീവിതത്തെ നന്നായി മെരുക്കിയെടുക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം.